കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യത്തോടു കൂടി സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം എന്ന രീതിയിൽ ആണ് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഗീതു മോഹനാണ്. ഭഗവാന്റെ ശരിക്ക് അധ്യാത്മചിന്താലയം ആശ്രമത്തിൽ നിന്ന് വളരെ അടുത്ത് ആനാവോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടീച്ചറുടെ താമസം. അധ്യാപികയാണ്, ഇംഗ്ലീഷ് അധ്യാപിക ആണ്. ഞങ്ങളുടെ അതായത് ഭഗവാന്റെ ചിന്താലയ വിദ്യാലയത്തിലെ അധ്യാപികയും കൂടിയാണ്. അതിലുപരി ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ ആധികാരികമായി പഠിച്ച് സത്സംഗമൊക്കെ എടുക്കാൻ വരെ പോവുകയും അത്ര പ്രാപ്തിയുള്ള ആളാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചറെ ഭഗവാന്റെ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം തന്നെ നമ്മളെ ഭഗവാനെക്കുറിച്ചും അതുപോലെ മറ്റ് ചില കാര്യങ്ങളും നമ്മളെ ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഓം ശ്രീ സദ്ഗുരവേ നമ. ചിന്താലയ വിദ്യാലയത്തിലൂടെയാണ് ഞാൻ കൂടുതലായിട്ടും ചിന്താലയേശനെ സ്വാമിയെ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. ഞാൻ ആശ്രമത്തിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ അടുത്തൊക്കെയാണ് താമസമായിരുന്നുവെങ്കിലും അതുവരെയും കൂടുതലായിട്ട് ഭഗവാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. കേട്ട് സ്വാമിയെക്കുറിച്ച് കേട്ടിട്ടുള്ളതും ഒക്കെയാണ്. അങ്ങോട്ട് വരാനോ കൂടുതലായിട്ട് അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ അപ്പോഴും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യമാണ്. അതുകൊണ്ട് കുറച്ച് ഈ ഈശ്വര വിശ്വാസം അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ചിലപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു ഭക്ത എന്ന് എനിക്ക് പറയാനില്ലായിരുന്നു. പ്രത്യേകിച്ചൊരു ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിനോടുള്ള ഭക്തി അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ചിന്താലയ വിദ്യാലയത്തിൽ വരുന്നതിന് മുൻപ് വന്നതിന് ശേഷവും വലിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് നമ്മളവിടെ ദൈവത്തെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഈശ്വരനുണ്ട്. പെട്ടെന്ന് എന്ത് പ്രശ്നം വന്നാലും എന്ത് സന്തോഷം വന്നാലും ഓർമ്മിക്കാൻ അത് ഭഗവാൻ തന്നതാണ് എനിക്ക്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് പരിഹരിക്കാൻ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിൽ പെട്ടെന്നൊരു ചിത്രം വരാൻ എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു ഭഗവാനുണ്ട്. അതാണ് എനിക്ക് ചിന്താലയ വിദ്യാലയത്തിലൂടെയാണ് ഭഗവാൻ എനിക്ക് കിട്ടിയത്. എൻ്റെ മനസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ തളർന്നെന്ന് തോന്നുമ്പോൾ ചാരി നിൽക്കാനൊരു ചുവരാണ് ഈശ്വരൻ. നമ്മൾ ശക്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദൈവത്തെ വേണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ തളരുമ്പോൾ നമുക്കൊരു ദൈവം വേണം. അത് പറയാനോ അല്ലെങ്കിൽ അത്
നമുക്ക് കൂടെ ഉണ്ട് എന്ന് തോന്നാനൊരു ഭഗവാൻ വേണം. അതിപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായി. അതിൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ട്. എൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ ആ വിദ്യാലയത്തിൽ വന്നതിൻ്റെ പൂർണ്ണമായ മാറ്റങ്ങളുണ്ട്. അതെൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഇപ്പോൾ എന്താണ് ഈ മാറ്റം, ലൈഫിലുണ്ടായ മാറ്റം, ജീവിതത്തിൽ ഇത്രയും രീതികളിൽ ആൾക്കാരോടുള്ള ഇടപഴകൽ, അല്ലെങ്കിൽ ഓരോ ശരി തെറ്റുകൾ എല്ലാത്തിലുള്ള വിവേചനം എല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വ്യക്തമായിട്ടുണ്ട്. എൻ്റെ കാഴ്ച വ്യക്തമായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതാണ് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭഗവാനെക്കുറിച്ച് പറയാനുണ്ടാകുള്ള ഒരു അനുഭവം. നിർഭാഗ്യവശാൽ എനിക്ക് നേരിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ലായിരുന്നു. പക്ഷേ എന്തോ ഞാൻ അതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഭഗവാൻ എന്നെ കണ്ടിട്ടുണ്ടാവണം, എന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഒരു പക്ഷേ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ചേർത്തിട്ടുണ്ടായിരിക്കണം അദ്ദേഹം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു യാദൃശ്യമായിട്ട്, ഞാൻ കോളേജുകളിലാണ് പഠിപ്പിച്ചിരുന്നത്, വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത്, ചിന്താലയ വിദ്യാലയത്തിലേക്ക് വന്നത്. അപ്പോൾ 1.5 വർഷമേ പരിചയമുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഈ ഇതുവരെയുള്ള ജീവിതകാലത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ളതിനത്തേക്കും ഒരു വെളിച്ചമായിരിക്കും. എപ്പോഴും മുന്നോട്ട് പോകാൻ വളരെ സ്ട്രെങ്താണ് കിട്ടിയിരിക്കുന്നത് ലൈഫിൽ. എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ എനിക്കിപ്പോൾ അതൊരു ഭയമേ ഇല്ല, പേടിയേ ഇല്ല. അത്ര വലിയൊരു സ്ട്രെങ്ത്, ഒരു ബലമാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. അതെനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം ഇപ്പോൾ 2 ഭാഗമാണ്. ഒന്ന് ചിന്താലയ വിദ്യാലയത്തിന് വന്നതിന് മുന്നും വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ്. അത് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭഗവാനിലേക്കുള്ള വാതിൽ സ്കൂളായിരുന്നു. അതുവഴിയാണ് ഞാൻ ആ വാതിലിലൂടെയാണ് ഭഗവാനിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. സ്കൂളാണെല്ലാം. ഇപ്പോൾ സ്കൂളിലൂടെ ഭഗവാനെ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ ആ സ്കൂളിലൊരു വിദ്യാർത്ഥി കയറി വരുമ്പോൾ ആശ്രമത്തിലൊരു ഭക്തൻ പോകുന്നത് പോലെയാണ്. ഒരു ടീച്ചറോ കുട്ടിയോ ആ സ്കൂളിലേക്ക് കയറി വരുന്നത് ഭഗവാന്റെ വലിയൊരു ഭക്തൻ ആശ്രമത്തിലേക്ക് കയറി ചെല്ലുന്നത് പോലെയാണ്. ആ എല്ലാ അന്തരീക്ഷവും അങ്ങനെയാണ്. ഭഗവാൻ അവിടെ ഉണ്ട്, എല്ലാം കണ്ട് അദ്ദേഹം തന്നെ അവിടെ ഉണ്ട്. ആ ടീച്ചറായാലും കുട്ടിയായാലും നമ്മൾ പറയും ഈ പ്രാർത്ഥനകളൊക്കെ കുട്ടികളിങ്ങനെ പഠിപ്പിക്കണം, അവരെ കാണാതെ പഠിപ്പിക്കണം, ബൈ ഹാർട്ട് അവർ അറിഞ്ഞിരിക്കണം, പ്രാർത്ഥനകളും ശ്ലോകങ്ങളും ഒക്കെ. അതിൻ്റെ അർത്ഥമൊന്നും അവർക്ക് അറിഞ്ഞുകൂടെയായിരിക്കും. കുട്ടിയായിരിക്കുമ്പോഴോ കുഞ്ഞായിരിക്കുമ്പോഴോ അർത്ഥങ്ങളൊന്നും അറിഞ്ഞുകൂടെയായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. അതുപോലെയാണ് ചിന്താലയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയില്ല ഞാൻ പഠിക്കുന്ന ഇത്രയും മഹത്തായ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്ന് ഒരുപക്ഷെ കുട്ടിക്ക് അറിഞ്ഞുകൂടെയായിരിക്കും. ഇത്രയും മഹാനായ ഒരാളിൻ്റെ നോട്ടത്തിലാണ് ഞാൻ പഠിക്കുന്നതെന്നും കുട്ടിക്ക് അറിഞ്ഞുകൂടെയായിരിക്കാം. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അത് ശക്തമായ മാറ്റം ഉണ്ടാക്കും. കുട്ടിക്ക് അറിയില്ലായിരിക്കും, പഠിക്കുമ്പോഴോ ആ സ്കൂളിൽ വരുമ്പോഴോ ഒന്നും അയാൾക്കത് അറിയില്ലായിരിക്കും. പക്ഷേ അയാളുടെ ജീവിതത്തിലുടനീളം, അയാളൊരു ചിന്താലയ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ ജീവിതത്തിലുടനീളം ആ മാറ്റം അയാളുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അപ്പോൾ അധ്യാപകർക്കേ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് 10ഓളം വർഷം 12 വർഷം പഠിക്കുന്ന ഒരു 12-15 വർഷം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. പൊതുവെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒരുതരം സാധാരണ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ടാണെങ്കിൽ കുട്ടികളെന്ന് വെച്ചാൽ ഈ പന്തയ കുതിരകളെ പോലെയാണ്. മത്സരങ്ങൾ ജയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. അവർ പന്തയ കുതിരകളെയല്ല അവിടുന്ന് നമ്മൾ ഓരോ റിസൾട്ട് കഴിയുമ്പോഴും ഇറക്കി വിടുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, അതെങ്ങനെ സോൾവ് ചെയ്യണം, നല്ല മകനായിരിക്കണം, നല്ല മകളായിരിക്കണം, സഹോദരനായിരിക്കണം, നല്ല വ്യക്തിയായിട്ട് അവർ സമൂഹത്തിന് ഉതകുന്ന ആൾക്കാരായിട്ട്, വീടിന് ഉതകിയാൽ സമൂഹത്തിന് ഉതകും, അങ്ങനെയുള്ള കുട്ടികളായിട്ട് അവർ വരണം. അല്ലാതെ ഞാൻ പറഞ്ഞ മത്സരങ്ങൾ മാത്രം ജയിച്ച് വിജയങ്ങൾ മാത്രം പരിചയമുള്ളവരല്ല. അവർക്ക് പരാജയം വരും. അവിടെ നിന്ന് ഒരു പക്ഷേ അതെല്ലാം അവർ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച് നല്ല വ്യക്തിത്വങ്ങളായിട്ട് എപ്പോഴും അവർ ഉണ്ടാകണം. അതാണ് ആ സ്കൂളിൻ്റെ ഒരു കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം അതാണ് ആ സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കുട്ടിക്ക് CBSE എഡ്യൂക്കേഷൻ, അതൊരു വലിയ കോൺസെപ്റ്റാണ്. ഒത്തിരി സമ്പത്തുള്ള, ഒത്തിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എടുക്കാൻ മടിക്കുന്നൊരു ഉത്തരവാദിത്വമായിരുന്നു അത്. സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് CBSE എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ളത്, അതിൻ്റെ ഒരു ഉത്തരവാണ് ചിന്താലയ വിദ്യാലയം. വളരെ ഒരു സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു CBSE സ്കൂളിൽ എൻ്റെ കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കും എന്ന് സാധാരണക്കാർക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവായിരുന്നു ചിന്താലയ വിദ്യാലയം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് സംശയം വേണ്ട. കാരണം നമ്മളെ സ്കൂളിൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ ഒരു CBSE സ്കൂളിൽ പഠിക്കുന്ന, അതായത് കേന്ദ്ര സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ 3 മാസത്തെ ഫീസ്, അതായത് 13,900 രൂപ. അത് UKGയിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ 3 മാസത്തെ ഫീസ് 13,900 രൂപ. നമ്മളവിടെ
ചിലപ്പോൾ 1000 രൂപയാണ് 3 മാസത്തേക്ക് 3900 രൂപ എന്തോ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും. അപ്പോൾ ഇതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ ഒരു 1/5 ഭാഗം ഫീസ് പോലും നമ്മുടെ സ്കൂളിലില്ല. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഭഗവാൻ ആഗ്രഹിച്ചത് നാട്ടുപ്രദേശത്തെ ഒരു സ്കൂളിന് അല്ലെങ്കിൽ നാട്ടുപ്രദേശത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, അവർ CBSE സ്കൂളിൽ പഠിക്കണം. അത് യാതൊരു പാരൻസിൻ്റെയും മക്കളുടെ കാര്യത്തിൽ അവർ പൊസസീവാണ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പക്ഷേ പാരൻസിന് നിവർത്തിയില്ലെങ്കിലോ? നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്നതിന് നമുക്ക് ഒന്നുമില്ലല്ലോ. പക്ഷേ മക്കളുടെ കാര്യത്തിൽ ആ ആഗ്രഹം നടക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് തീരാ ദുഃഖമാണ്. മറ്റു കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ നമ്മളെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് നാളെ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു മഹാപാവമാണ്. അതിനൊരു ശാശ്വത പരിഹാരമാണ് ചിന്താലേശൻ ശരിക്കും ചിന്താലയ വിദ്യാലയത്തിലൂടെ നടപ്പാക്കിയത്. അപ്പോൾ അത് മാത്രമല്ല, ആ സ്കൂളിലെ ഇപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപികയാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണല്ലോ CBSE എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ അധ്യാപികയും കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ എങ്ങനെയാണ് അവിടുത്തെ നിലവാരവും ബാക്കി കാര്യങ്ങളും ഒക്കെ? കുട്ടികളുടെ നിലവാരം അവർ ഭഗവാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ്. അവർ നല്ല അക്കാഡമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് മാത്രമല്ല നോക്കുന്നത്, അവരുടെ അക്കാഡമിക് കരിയർ. അതായത് അക്കാഡമിക്സിലും അവർ മികച്ചവരായിരിക്കണം, അതേസമയം ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റണം, സയൻസ് സബ്ജക്റ്റിൽ ആഴത്തിലുള്ള അറിവുണ്ടാകണം, നല്ല ഭാഷ ഉപയോഗിക്കാൻ പറ്റണം. ഇതെല്ലാമാണ് നമ്മൾ സാധാരണ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ്റെ രീതിയിൽ കാണുന്നത്. അത് പിന്നീട് വളർന്നു വരുമ്പോൾ അവരുടെ ജീവിത മാർഗത്തിനും കൂടെ ഉപകരിക്കുകയും വേണം. അവരുടെ പ്രശ്നങ്ങളിൽ അവർ പഠിച്ചത് വെച്ചിട്ട് അവർക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റണം. ഇത് ഓവറോൾ ഡെവലപ്മെൻറ്റ് കുട്ടിയുടെ, അല്ലാതെ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ മാർക്ക് മാത്രമല്ല, അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റോറി പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. ഒരാളിങ്ങനെ കാട്ടിലൂടെ, ഒരാൾ നാട്ടിലിങ്ങനെ വളരെ അലസനായി നടക്കുവാണ്. അലസനായി നടന്നിട്ട് അയാൾക്ക് കിട്ടുന്നതൊക്കെ എടുത്ത് കഴിക്കും. പഴത്തോട്ടങ്ങൾ കണ്ടാൽ അവിടെ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കും, പഴങ്ങളൊക്കെ പറിച്ച് കഴിക്കും. ഇങ്ങനെ നടക്കുവാണ്. കാരണം പ്രകൃതിയിൽ നിന്ന് തനിക്ക് കിട്ടുന്നതെല്ലാം ഉണ്ടല്ലോ, തനിക്ക് അത് കഴിച്ച് ജീവിച്ചാൽ മതി. ഒരു തവണ ഒരു പഴത്തോട്ടത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അയാളെ ഓടിക്കും, അടി കൊടുത്ത് ഓടിക്കും. എന്തിനാണ് വെറുതെ പറിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഇത് എൻ്റെ പഴത്തോട്ടമാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കും. അപ്പോൾ ഇയാൾ ഓടിച്ചെല്ലുന്ന ഒരു കാട്ടിലാണ് ചെന്നിരിക്കുന്നത്. കാട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ ഒരിടത്ത് വിശന്ന് തളർന്നിരിക്കുവാണ്. കാടിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അയാൾ നിൽക്കുമ്പോഴാണ് പേടിപ്പിക്കുന്ന പലതുകൊണ്ട് ഒരു ചെന്നായ, പിൻകാലുകളില്ലാത്ത ഒരു ചെന്നായ ഒരു കാല് ഇഴച്ചിഴച്ച് പിൻകാലിഴച്ചിഴച്ച് ഒരിടത്തേക്ക് ഇങ്ങനെ വന്ന് നടക്കുക. അപ്പോൾ ഇയാൾ പേടിയോടെ നോക്കിയാണ്. പിന്നെ അത് ഉപദ്രവിക്കില്ല, കാരണം ഒരു കാലില്ല, പിൻകാലിലൊന്നില്ലല്ലോ ഇരിക്കും. കുറച്ചുകൂടെ അയാൾ നോക്കുമ്പോൾ എതിർവശത്തു നിന്നൊരു സിംഹം വരുന്നുണ്ട്. അതിൻ്റെ വായിൽ ഒരു പിടി മാംസമുണ്ട്. ആ സിംഹം വന്ന് ഈ ചെന്നായുടെ മുന്നിൽ ആ ഒരു പിടി മാംസം വായിൽ ഉള്ളത് അവിടെ വെച്ചിട്ട് സിംഹം തിരിച്ചു പോകും. അപ്പോൾ ഈ ചെന്നായി ഇതെടുത്ത് കഴിച്ചിട്ട് ഇതിനെടുത്ത് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഇയാൾക്ക് കുറച്ചുകൂടെ ഉറപ്പായി, കണ്ടോ കാട്ടിൽ പോലും ഇതാണ് നീതി, എല്ലാം കാല് വയ്യാത്ത ഒന്നിന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ടല്ലോ. ഇത് മനസ്സിൽ വെച്ചിട്ട് ഇയാൾ കാട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ ഉള്ള ഒരു ഋഷിയെ കാണും. അപ്പോൾ ചോദിക്കും, എന്താണ് പ്രശ്നം, കാട്ടിലൂടെ ഇങ്ങനെ സാധാരണക്കാരുകൾ എന്തിനാണ് ഇങ്ങനെ വരുന്നത്? അപ്പോൾ അയാൾ നടന്നതെല്ലാം പറയും. അപ്പോൾ താനീ സിംഹത്തിനെ കണ്ടതും ചെന്നായെ കണ്ടതും, ചെന്നായ്ക്ക് വെറുതെ ഇരുന്നപ്പോൾ കാല് വൈകിലും ഭക്ഷണം കിട്ടിയതും, ചെന്നായ വെറുതെ ഇരുന്നിട്ടും അതിന് ഭക്ഷണം കിട്ടി, പിന്നെ എനിക്ക് എന്താണ് കുഴപ്പം, ഞാൻ ഈ പഴത്തോട്ടത്തിൽ നിന്നെടുത്ത് കഴിച്ച ഇതിലെന്താണ് പ്രശ്നം? അപ്പോൾ ഋഷി പറയുന്നൊരു മറുപടിയുണ്ട്, എന്തിനാണ് ആ ചെന്നായെ നോക്കിയത്, സിംഹത്തിനെ നോക്കാത്തത്? കാല് വയ്യാത്ത ചെന്നായയ്ക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്ത സിംഹത്തിനെ എന്തുകൊണ്ട് നോക്കുന്നില്ല? അതല്ലേ ആവേണ്ടത്. ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ മാസ്റ്റേഴ്സ് ആവണം. ഏതൊരു ഫീൽഡിൽ പോയാലും നമ്മുടെ ആരുടെയും സ്ലേവായി നിൽക്കാതെ ഏത് ഫീൽഡിലായാലും, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ബിസിനസ്മാൻ ആയിരിക്കാം, ഡോക്ടറായിരിക്കാം, ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളായിരിക്കും, പക്ഷേ മാസ്റ്റർ ആയിരിക്കണം. തൻ്റെ ജീവിതത്തിൽ തൻ്റെ കരിയറിൽ താൻ മാസ്റ്റർ ആയിരിക്കണം. അത് ഏത് ഫീൽഡിൽ അവർ പോയാലും അത് ഉറപ്പുണ്ടാകണം ആർക്കായാലും. അപ്പോൾ നമ്മുടെ കുട്ടികളെയും ഇൻറ്റേർണലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്ന കാര്യം അതാണ്. ഒരു സ്ഥലത്തും അവർ സ്ട്രെങ്ത് ഇല്ലാതെ അവർ കൊടുക്കുന്നവരായിരിക്കണം. എപ്പോഴും വാങ്ങിക്കുന്നവരെന്നതിലുപരി അവരെന്തായാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം. അത് സമൂഹത്തിലായാലും വീട്ടിലായാലും ജീവിതത്തിലായാലും അവർ കണ്ടൻറ്റഡ് ആയിരിക്കണം, നിറവുള്ളവരായിരിക്കണം. അതവരുടെ ഇൻറ്റേർണലി നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി. പിന്നെ അവരുടെ അക്കാഡമിക് ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 18 ബാച്ച് ഇറങ്ങി സ്കൂളിൽ നിന്ന്. ഇതൊക്കെ 1.5 വർഷം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. കാരണം ഒന്നിൽ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ അത്ഭുതം തോന്നുമ്പോൾ പിന്നാലെ പഠിക്കാൻ തുടങ്ങും. നമ്മൾ
ഓരോന്ന് അന്വേഷിക്കാൻ തുടങ്ങും. തീർച്ചയായിട്ടും 18 ബാച്ച് കുട്ടികൾ ഇറങ്ങിപ്പോയതിൽ പാഴായിപ്പോയ ഒരാളും ഇല്ല. അത് ഈ പറഞ്ഞതുപോലെ വെറുതെ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നതോ ഉപകാരമില്ലാത്തതോ ഉപയോഗമില്ലാത്തതോ ഒരാളും ഇല്ല. ഒരാൾ മകനോ മകളിൽ നിന്നും പുത്രൻ പുത്രി എന്നുള്ള വ്യത്യാസത്തിലേക്ക് മാറണം. മകൻ അല്ലെങ്കിൽ മകളെന്ന് വെച്ചാൽ ബയോളജിക്കലി മക്കൾ നമ്മുടെ മക്കളാണ്. പക്ഷെ പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, പുത്തെന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നവനാണ് പുത്രൻ. ഈ പുത്തെന്ന നരകം വേറൊന്നുമല്ല, രക്ഷിതാക്കളുടെ ആധിയാണ്. എന്താണ് ഈ പുത്തെന്ന നരകം വെച്ചാൽ എൻ്റെ മകൻ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ മകൾ എന്താണ് ഇങ്ങനെ, എന്നെ അനുസരിക്കുന്നില്ലല്ലോ, ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നില്ലോ എന്നൊരു പാരൻറ്റിൻ്റെ രക്ഷകർത്താവിൻ്റെ ആദിയുണ്ടല്ലോ, അതാണ് പുത്തെന്ന നരകം. ആ നരകത്തിലേക്ക് രക്ഷിതാക്കളെ തള്ളി വിടാത്തവനാണ് പുത്രൻ. അപ്പോൾ അവർ വീട്ടിൽ നല്ല കുട്ടികളായിരിക്കണം, നല്ല ഒരു കൾച്ചർ അവർക്ക് ഉണ്ടായിരിക്കണം, അവർ സമൂഹത്തിലും നല്ല വ്യക്തികളായിരിക്കണം. ഇതാണ് ഇവരുടെ ഇൻറ്റേർണൽ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവർ പ്രോഗ്രസ് റിപ്പോർട്ട് മാത്രമല്ല, ഒരു ഇൻറ്റേർണൽ ക്വാളിറ്റി. ഇനി പുറമേ അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാഡമിക് കരിയർ നോക്കുകയാണെങ്കിൽ ഏത് ഫീൽഡിൽ നോക്കിയാലും ചിന്താലയിലെ കുട്ടിയുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കൂ, അവിടെ ഉണ്ട് ചിന്താലയത്തിലെ കുട്ടി. എൻജിനീയേഴ്സിൻ്റെ എടുക്കൂ, ബിസിനസ് പേഴ്സൻ്റെ എടുക്കൂ. എബ്രോഡ് പോയിട്ട് വളരെ നല്ല സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട് ചിന്താലയത്തിലെ കുട്ടികൾ. അപ്പോൾ ഒരു ഏരിയയിലും അവർ മോശമല്ല, ഒരു ഫീൽഡിലും മോശമല്ല. അവരുടെ ഏത് കരിയറാണോ അതിലെല്ലാം എക്സലൻ്റ് ആയി നിൽക്കുന്ന കുട്ടിയാണ്. 18ാമത്തെ ബാച്ച് ഇറങ്ങി. 18 ബാച്ച് ഇറങ്ങുമ്പോൾ അവരൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകത കാണുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, ചിന്താലയത്തിലാണോ പഠിച്ചത്, ചിന്താലയ വിദ്യാലയത്തിലാണോ പഠിച്ചത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അത് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ അക്കാഡമിക്സിലും ഓവറോൾ ഡെവലപ്മെൻറ്റ് കുട്ടിയുടെ, അതാണ് നമ്മുടെ സ്കൂള് ലക്ഷ്യം വയ്ക്കുന്നത്. പിന്നെ അതിനുവേണ്ടി പിന്നെ ഇപ്പോൾ നമുക്ക് കാലം ഒരുപാട് മാറി. മുന്നേ ആണെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിലോ അല്ലെങ്കിൽ കലകളിലോ ഒക്കെ ടേസ്റ്റുള്ള ആളിനെ അത് പഠിപ്പിക്കുകയുള്ളൂ. ഇന്ന് കുട്ടിയുടെ ടേസ്റ്റ് കണ്ടെത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എല്ലാ സാറ്റർഡേയ്സിലും അവർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗിറ്റാർ, പിന്നെ പിയാനോ, കീബോർഡ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക് ഉണ്ട്, യോഗയുണ്ട്, ആർട്സ് ഉണ്ട്. ഇതെല്ലാം സാറ്റർഡേയ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അയാളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്ത് ടാലൻറ്റോടെ തന്നിലുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടിക്ക് വയലിൻ ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അറിഞ്ഞുകൂടാ ടാലൻറ്റ് ഏതാണ്. അപ്പോൾ ഇത്രയും സ്കൂളിൽ തന്നെ ഉണ്ട്, ഇതിൽ ഏതാണെന്ന് ഏതെങ്കിലും ഒരിക്കൽ അയാൾ തിരിച്ചറിയും, അയാളുടെ അക്കാഡമിക്സിൻ്റെ ഇടയിൽ തിരിച്ചറിയും. അപ്പോൾ എല്ലാത്തിലും അപ്പോൾ നമ്മൾ നോക്കൂ സാറ്, കൾച്ചറലി അവർ ഓക്കെ, ഈ ഒരു കൾച്ചർ ആശ്രമത്തിൻ്റെ ഭഗവാന്റെ കൾച്ചർ ഉറപ്പായിട്ട് അവരിലുണ്ട്. ഒരു കടലിൽ വെള്ളം ഒരു തുള്ളി എടുത്താലും ഉപ്പുണ്ട്. അതുപോലെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആരെടുത്ത് നോക്കിയാലും അതിൽ ഭഗവാന്റെ ക്വാളിറ്റി കാണും. അത് സ്കൂളിലെ ടീച്ചറോ ആശ്രമത്തിലെ ഭക്തനോ കുട്ടിയോ ആരായാലും ആ ക്വാളിറ്റി കാണും. അപ്പോൾ അവർ കൾച്ചറലി അവരെ ശക്തമായൊരു ബാക്ക് ബോണാണ് നല്ലൊരു കൾച്ചർ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അയാൾ തളർന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ, സ്ട്രെങ്ത് ഉള്ളൊരു ബാക്ക് ബോണാണ് അയാളുടെ കൾച്ചർ എന്ന് പറയുന്നത്. അത് ഉണ്ട്. അവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരറിയാതെ അത് അക്വയർ ചെയ്തോളും. അവർ പഠിച്ചെടുക്കുന്നതല്ല, തന്നെ അവരുടെ ഉള്ളിൽ അത് വന്നോളും. പിന്നെ അവരുടെ അക്കാഡമിക്സ് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നല്ലൊരു ടീമുണ്ട്, ടീച്ചേഴ്സിൻ്റെ നല്ലൊരു ടീമുണ്ട്, ശക്തമായൊരു മാനേജ്മെൻ്റ് ഉണ്ട്, നല്ലൊരു അന്തരീക്ഷം സ്കൂളിലുണ്ട് പഠിക്കാൻ. അവർ ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഒന്നുമല്ല, ഇത്രയും ഭംഗിയുള്ള ഇത്രയും മനോഹരമായ സ്ഥലത്താണ് അവർ, നല്ലൊരു അന്തരീക്ഷത്തിൽ അവരിരുന്ന് പഠിക്കുന്നത്. ഒരു പുറത്ത് ലോകത്തിൻ്റെ ഒരു ബഹളകത്തേക്ക് വരില്ല. അത്ര ശാന്തമായൊരു സ്ഥലത്തിരുന്ന ഒരു തപസ്സിരിക്കുന്ന പോലെ, ഒരു സന്യാസി ഇരിക്കുന്നിടത്ത് പോലെയാണ് അവരിരുന്ന് പഠിക്കുന്നത്. അത്ര നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ആ സ്കൂളിനുണ്ട്. അപ്പോൾ അവർക്കത് മതി, അത് കുട്ടികൾക്ക് വളരെ എഫക്റ്റീവാണ്. അങ്ങനെ അവരുടെ അക്കാഡമിക്സിൽ അവരൊരു 17 വയസ്സിനിടയ്ക്ക് അവിടെ പഠിച്ചു പോകുമ്പോൾ, പ്രീ KGയിൽ സ്റ്റാർട്ട് ചെയ്ത് 17 വയസ്സിൽ അവർ +2 വരെ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അവർ വെൽ എക്യുപ്ഡ് ആണ്. അവർ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ അവർ അക്കാഡമിക് ലെവലിലായാലും ഒക്കെ അവർ വളരെ എക്യുപ്ഡ് ആയിരിക്കും. അവരെനിക്ക് ജീവിച്ചാൽ മതി, സമൂഹത്തിന് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, അതുവരെ ആക്കി അവരെ വിടുവാണ്. അതാണ് നമ്മുടെ ഒരു സ്കൂളിനെ കുറിച്ച് പറയേണ്ടി വന്നാൽ. അതുപോലെ ഇപ്പോൾ നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളെ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന് അഗസ്ത്യവനത്തിൻ്റെ തായ്വരയാണ്. അതായത് ഋഷീശ്വരന്മാർ ശരിക്ക് കേരളത്തിൻ്റെ ഹിമാലയമാണ് അഗസ്ത്യവനം. ആ അഗസ്ത്യവനത്തിൻ്റെ തായ്വര, അഗസ്ത്യവനം എന്ന് പറയുമ്പോൾ തന്നെ മരുന്നുകളും അതുപോലെ മന്ത്രജപത്തിൻ്റെയും ഒരു കേന്ദ്രമാണ്. അവിടുന്ന് തട്ടിത്തഴോടി വരുന്ന വായുവാണ് അവിടുത്തെ അന്തരീക്ഷത്തിൽ ആ കുട്ടികൾ ശ്വസിക്കുന്നത്.
അപ്പോൾ അതിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, മൂകാംബികയിൽ ഞാൻ സ്ഥിരം പോണത് കൊണ്ട് എനിക്കറിയാം. അംബാവനം എന്ന് പറയുമ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കുടജാദ്രി കഴിഞ്ഞ് ചിത്രമുലാവുക ഇരിക്കുന്ന ഭാഗമാണ് അംബാവനം. അവിടെ ക്രൂരമൃഗങ്ങളുണ്ട്. പക്ഷേ അവിടുത്തെ മൃഗങ്ങൾ ഇന്ന് വരെ ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അവിടെ ഋഷീശ്വരന്മാരും മഹാസന്യാസി വര്യന്മാരും അതുപോലെ വനദേവതകളും മനുഷ്യരൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ മൃഗങ്ങൾ അവരെ നിരന്തരം കണ്ട് ശീലിച്ചത് കൊണ്ട് അവരൊരിക്കലും മനുഷ്യനെ ആക്രമിക്കില്ല. ഞാൻ തന്നെ ഒരിക്കൽ ഒരു പുലിയുടെ മുമ്പ് ചെന്ന് അകപ്പെട്ട് പുലി എന്നെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ തീരുമാനിച്ച് എൻ്റെ കേസ് തീരുമാനമായി. കാരണം ഓടാനായിട്ട് എനിക്ക് ബാക്കോട്ട് ഓടാൻ പറ്റില്ല, ഞാൻ നടന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന ആൾ. പുലി എന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പുലി മറുഭാഗം ചാടി അങ്ങ് പോയി. അപ്പോൾ ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാവട്ടെ ഏത് ജീവിയാവട്ടെ അവർക്ക് അതിൻ്റെ ആ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചിന്താലയ വിദ്യാലയത്തിലുള്ള പ്രത്യേകത എന്താണ്? ഭഗവാൻ ചിന്താലേശൻ്റെ പരിചരണയിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ദർശനത്തിൽ, ഭഗവാന്റെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് ശരിക്ക് ചിന്താലയ വിദ്യാലയം. അപ്പോൾ അവിടത്തേക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ മണ്ണിന് വരെ പ്രത്യേക എനർജി ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അഗസ്ത്യവനത്തിൻ്റെ തായ്വര എന്നതിലുപരി ഒരു മഹാഋഷീശ്വരൻ്റെ വാസസ്ഥലമാണ്. മനസ്സിലായില്ല? അപ്പോൾ ഭഗവാൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 50 വർഷം, അരനൂറ്റാണ്ട് ചെലവഴിച്ചതും കള്ളിക്കാടാണ്. അപ്പോൾ ഭഗവാൻ 87 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ അത് ലോകം മുഴുവനും സഞ്ചരിച്ചു. ചിലപ്പോൾ ജന്മസ്ഥലത്ത് വളരെ കുറച്ച് കാലമേ സ്വാമി ചെലവഴിച്ചിട്ടുണ്ടാവുള്ളൂ. 50 വർഷവും ചെലവഴിക്കാൻ ഇടവന്ന എന്തുകൊണ്ടാണ്? ഈ ഋഷീശ്വരൻ്റെ ശൃംഖലയായതുകൊണ്ട് അവിടെ വന്നാണ് അദ്ദേഹം ചെലവഴിച്ചത്. അതേ സ്ഥലത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചറുകാരും പറഞ്ഞ പോലെ അത് മഹാഭാഗ്യം ചെയ്ത കുട്ടികൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. മാത്രമല്ല, നമ്മളെ സ്കൂളിൽ അതായത് ഇപ്പോൾ ടീച്ചറുള്ളതുകൊണ്ട് അറിയാം, 3D തിയേറ്റർ തൊട്ട് ഉള്ള അത്യാധുനിക സൗകര്യങ്ങളെല്ലാം നമ്മളെ സ്കൂളിനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 3D തിയേറ്റർ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിനാണ്. എനിക്ക് തോന്നുന്നു ജില്ലയിൽ തന്നെ മറ്റേതെങ്കിലും സ്കൂളിലുണ്ടോ എന്ന് സംശയമാണ്. എനിക്ക് തോന്നുന്നു അത്രയും വലിയ അല്ലെങ്കിൽ മുന്നേ ഒക്കെ ഉള്ള സ്കൂളുകളിലെ കാണാൻ സാധ്യതയുള്ളൂ. ഉണ്ടോന്ന് അറിയില്ല. സാറ് പറഞ്ഞു 3D തിയേറ്റർ. പിന്നെ സ്പോർട്സിന് നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. സ്പോർട്സിന് അവരെ സഹോദരൻ എല്ലാ പ്രോഗ്രാംസിനും കുട്ടികൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ഒരു ഫിസിക് നമുക്ക് NCC ഒരു CBSE സ്കൂളിൽ NCC പലപ്പോഴും ഇല്ല സാർ. എനിക്ക് തോന്നുന്നു ഇല്ല. അവർക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് കൊടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് NCC കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിൽ NCC ഉണ്ട് കുട്ടികൾക്ക്. അവർക്ക് ഇനി അങ്ങോട്ടുള്ള ഇപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അവർക്ക് അങ്ങോട്ടുള്ള ഒരു യാത്രയിൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. അവരുടെ കരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അവർക്കൊരു അഡ്മിഷൻ ആവട്ടെ, ജോലിക്കാവട്ടെ എല്ലാത്തിനും എല്ലാം കുട്ടിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പാരന്റിന് പറ്റാതെ പോകുന്നത് അതാണ്. ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വയലിൻ ഇഷ്ടമാണ്. എൻ്റെ കുട്ടി എനിക്ക് വേണമെങ്കിൽ വയലിൻ പഠിപ്പിക്കാം. പക്ഷേ ഈ കുട്ടിയുടെ ടേസ്റ്റ് ഏതാണെന്ന് അറിയാൻ എല്ലാ ഇൻസ്ട്രുമെന്റും കൊണ്ടുവന്ന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ സ്കൂളിൽ വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. സ്പോർട്സ് ആണോ? സ്പോർട്സിനാണെങ്കിൽ മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അതുപോലെ ഈ സ്പോർട്സ് ആണെങ്കിൽ എല്ലാം ചെയ്യിക്കുന്നുണ്ട് സ്പോർട്സിന്റെ ഏരിയയിൽ. അത് അവർക്ക് അതിലാണ് ടാലന്റ് എങ്കിൽ അവർക്കത് നോക്കാം. അപ്പോൾ കുട്ടിയുടെ ടേസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള ആൾക്കാരുമാണ് ഇല്ലാതെ പോകുന്നത്. അത് നമുക്കൊരു സുഭാഷിതമുണ്ട്. അമന്ത്രം അക്ഷരം നാസ്തി നാസ്തി മൂലമന ഔഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. ഒരു അക്ഷരവും മന്ത്രമല്ലാത്തതല്ല. മന്ത്രമാണ് അക്ഷരമാണ് ബ്രഹ്മം. എല്ലാ വേരും ഔഷധമാണ്. പക്ഷെ ഒരു വൈദ്യൻ വേണം അത് തിരിച്ചറിയാൻ. അതുപോലെ അയോഗ്യ പുരുഷോ നാസ്തി. ഒരു മനുഷ്യനും അയോഗ്യനായിട്ടില്ല, കഴിവില്ലാത്തവരില്ല. യോജകസ്തത്ര ദുർലഭ. അത് തിരിച്ചറിയുന്ന ഓർഗനൈസേഴ്സ്, ടീച്ചേഴ്സാണ് ഇല്ലാതെ പോകുന്നത്. അത് ചിന്താലയത്തിലുണ്ട്. അത് പുറമെ ഒറ്റ കുട്ടി നമ്മൾ കാണുന്ന എല്ലാം മോശമെന്ന് പറയുന്നത്, ഒരു ഉപയോഗം ഇല്ലാന്ന് പറയുന്നവരൊക്കെ അവർ ഉപയോഗമില്ലാത്തതുകൊണ്ടല്ല, അത് തിരിച്ചറിയാൻ ആരോ ഇല്ലാതെ പോയി. അത് പാരന്റോ ടീച്ചേഴ്സോ ഒക്കെ അവർക്ക് നല്ലൊരു ഗുരുവോ ഇല്ലാതെ പോയി. പക്ഷേ ചിന്താലയിലെ കുട്ടികൾക്ക് അതുണ്ട്.
അവർ അയോഗ്യരായി പോകാതെ തന്നിലെ ക്വാളിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവിടെ അവർക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ട് കുട്ടികൾക്ക്. അത് ടീച്ചേഴ്സായിട്ടായാലും അവിടെ നമ്മൾ ഡയറക്ടർ സാറായിട്ടായാലും അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റിൽ ആരായിട്ടായാലും അവിടെ ആരെങ്കിലും ഒരാളുണ്ടാകും അത് കണ്ടെത്താൻ. അതാണ് ഒരു കുട്ടിക്കുള്ള ഇത്. പിന്നെ നമ്മൾക്ക് കിട്ടിയ അവാർഡ്സ് ഏറ്റവും നല്ല ഹരിത വിദ്യാലയം എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു എൻവയോൺമെൻറ്റ് ഉള്ളതിന് നമുക്ക് നമ്മുടെ സ്കൂളിന് കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയും നമ്മുടെ എന്താണ് കുട്ടികൾക്ക് അവരുടെ ഇപ്പൊ തന്നെ ഒരു കുട്ടിക്ക് നമ്മൾ 6ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന കുട്ടിക്കാണ് ഡോക്ടറേറ്റ് കിട്ടിയത്. അതെ അതെ 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് അതെ മാർഷൽ ആർട്സിൽ ഡോക്ടറേറ്റ് കിട്ടി. ഒന്നും നിസ്സാര കാര്യമല്ല. മറ്റു സ്കൂളുകൾക്ക് സ്വപ്നം കാണാം. ഇതിലെല്ലാം കുട്ടിയുടെ കഴിവിനേക്കാൾ ഭഗവാന്റെ ചൈതന്യമാണ് ഓരോ വ്യക്തിയിലേക്ക് ഒഴുകി എത്തുന്നതാണ്. അതാണ് എൻ്റെ സത്യം. ഇന്ന് 7ാം ക്ലാസ്സിൽ വെച്ച് ആ കുട്ടിയിൽ കണ്ടെത്തി ആരവെന്നുള്ള കുട്ടിയാണ് മാർഷൽ ആർട്സിൽ അയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടി. അപ്പോൾ ഓരോ കുട്ടിയിലും ഇതുണ്ട്. അത് പല പല സാഹചര്യങ്ങളിൽ അവർക്കത് തെളിഞ്ഞു വരും, അവർക്കത് മനസ്സിലാകും. ഇപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആണെന്നില്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരെ ഇത് ഭഗവാന്റെ കാരുണ്യമാണ് ഞാനിവിടെ നിൽക്കുന്നത്, എനിക്ക് ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് അത് വളരെ വലിയൊരു ക്ലോസ് ആയിട്ട് ഇങ്ങനെ അത് ഇന്റർലിങ്ക് ചെയ്ത് കിടക്കുവാണ് ഭഗവാനും സ്കൂളും. എനിക്ക് തോന്നുന്നു ഞാൻ പലരും അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാന്റെ സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം സ്കൂളാണ് എന്ന്. 100%. കാരണം 3 ആശ്രമങ്ങളും അതുപോലെ നമുക്ക് അന്നദാന മണ്ഡപമുണ്ട്, ശ്മശാനമുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ സ്വപ്ന പദ്ധതിയാണ്. സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ നാളെയുള്ള തലമുറയ്ക്ക് സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് കാണാമല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ശരിക്കും സ്കൂള്. പലരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയും അല്ല, കുട്ടികൾക്കും അധ്യാപകർക്കും താമസിച്ച് പഠിക്കാനുള്ള ഒരു സ്കൂളായിരുന്നു അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. പക്ഷെ അത് ഭാവിയിൽ എന്തായാലും ഭഗവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അത് സംശയമൊന്നും വേണ്ട. റെസിഡൻഷ്യൽ ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന് ആ ഒരു അന്തരീക്ഷത്തിലൂടെ വളർന്നു വരണം എന്നുള്ള ചിന്താഗതി ഉണ്ട് ഭഗവാൻ. കേട്ടിട്ടുണ്ട് ഇങ്ങനെ പലരും പറഞ്ഞത് അങ്ങനെ. അത് അപ്പോൾ സാർ ഒരാൾ ദൈവമായി മാറുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കാം. ഒരാളുടെ പരിമിതിയിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എടുക്കാത്തൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു സ്കൂള്. കുട്ടികളും അധ്യാപകരും ഒക്കെ താമസിച്ച് ആ ഒരു ആശ്രമത്തിൻ്റെ കൾച്ചറിൽ കുട്ടികളെല്ലാം വളരെ നല്ല എഡ്യൂക്കേഷൻ കിട്ടി വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഗ്രേറ്റ് ആണ്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു വലിയ സംരംഭം ആണ് ഭഗവാൻ കെട്ടിപ്പടുത്തത്. സംരംഭമാണ്. ഇപ്പോൾ ശരിക്കും മറ്റ് സ്കൂളുകൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ആ സ്കൂൾ വളർന്നില്ലേ. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ജില്ലാ ബേസ് എടുത്താൽ പോലും നമ്മളെ സ്കൂളിനെ കടപിടിക്കത്തക്ക സംവിധാനം മറ്റ് സ്കൂളുകൾക്കില്ല. അപ്പോൾ അത്രയും ഈ ചുരുക്കം പീരീഡ് കൊണ്ട് ഉയർന്നു. 100-100 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളുകൾക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളെ സ്കൂൾ. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് സ്കൂളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ സ്കൂളിൻ്റെ ചിലപ്പോൾ ഫീസിൻ്റെ കാര്യം തൊട്ട് എല്ലാ കാര്യത്തിലും നമ്മളെ സ്കൂള് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ല. ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് വരുമ്പോൾ അവർക്ക് നല്ല നല്ല കെട്ടിടങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് 3ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ സാർ ആലോചിച്ച് നോക്കൂ. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രൈമറി ഒരു ടീച്ചർ ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചർ അല്ല. ടീച്ചർ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടിയാണ് എപ്പോഴും വന്ന കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. അതുകൊണ്ട് ഹയർ സെക്കൻഡറി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ 2ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്നു. അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ 2nd സ്റ്റാൻഡേർഡിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതെന്നല്ല. ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സംശയമില്ല. ഒരാൾ പോലും ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരില്ല. ഹയർ സെക്കൻഡറി ക്വാളിഫൈഡ് ആണ് എല്ലാവരും. മെജോറിറ്റി ടീച്ചേഴ്സും ഹയർ സെക്കൻഡറി ക്വാളിഫൈഡ് ആണ്. ഇതിൽ തന്നെ ഇപ്പം ഞാൻ സ്കൂളിൽ മാനേജറായിട്ട് വന്നതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ 6 മാസമേ ഉള്ളൂ അവിടെ സ്കൂളിൻ്റെ മാനേജറായിട്ട്. അതിന് ശേഷമുള്ള ചില അനുഭവങ്ങളെന്ന് പറയുന്നത്, പല കുട്ടികളെയും ഇവിടുന്ന് TC വാങ്ങി പല സാഹചര്യങ്ങളിൽ വാങ്ങിക്കൊണ്ടുപോയ പേരൻസ് ഉണ്ട്. അവരെല്ലാം തിരിച്ച് നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വ്യാഗ്രതപ്പെടുകയാണ്. കാരണം നമ്മളെ തന്നെ സമീപിച്ചു. കാരണം ആ കുട്ടി അവിടെ പോയതിന് ശേഷം കുട്ടിയുടെ ക്യാരക്ടർ മാറി. ഇതിനേക്കാൾ വളരെ വിദ്യാഭ്യാസം കിട്ടും അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് പോയവരാണ്. ഫീസും കൂടുതലായിട്ട് പോയതുകൊണ്ട് കുട്ടിയുടെ ക്യാരക്ടറും മാറി. 2, പല ടീച്ചർമാരും അവിടുന്ന് മാറിപ്പോയി. അപ്പോൾ ചിലപ്പോൾ ചെറിയ ശമ്പളം ഒക്കെ കൂടുതൽ കിട്ടി. ഇപ്പോൾ ചിന്താലയ വിദ്യാലയത്തിൽ നമ്മൾ ഒരു പൈസയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന സ്കൂളല്ല.
ഭഗവാൻ അല്ല, എന്നാലും ഞാൻ പറയണം, സാധാരണ പൈസയ്ക്ക് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളല്ല. നമ്മൾ ആ സ്കൂളിൽ നിന്ന്, ഞാൻ ട്രസ്റ്റ് മെമ്പറും കൂടി ആയതുകൊണ്ട് പറയാണ്, ആ സ്കൂളിൽ നിന്ന് ഇന്ന് വരെ 5 രൂപ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോവുകയോ മറ്റ് ആശ്രമത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ആ സ്കൂളിന് വേണ്ടി ഉപയോഗിക്കുകയും പിന്നെ ട്രസ്റ്റിൻ്റെ സഹായവും കൂടി സ്കൂളിന് വേണ്ടി തേടുകയും ചെയ്തതാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല. അല്ല, ബിസിനസ് ഭഗവാൻ ബിസിനസ് സ്ഥാപനമായി കാണരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും, എത്രയോ കുട്ടികൾക്ക് ഇപ്പം ഫീസ് ഇല്ലാതെ പഠിക്കുന്നുണ്ട്, ടീച്ചർക്കറിയാം. അതുപോലെ ഫീസ് ഇല്ലാതെ കുട്ടികൾക്ക് 50% ഫീസാക്കി കൊടുത്ത കുട്ടികൾ, 2 കുട്ടികൾ പഠിക്കുന്നിടത്ത് 1 കുട്ടികളെ ഫ്രീ ആക്കി പഠിപ്പിക്കുന്ന കാരണം നിവർത്തില്ല. മുഴുവൻ ഇതെല്ലാം ഞാനിപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എനിക്കറിയാം. ടീച്ചർമാർ മാറിപ്പോയ പോയവർ പലരും തിരിച്ചു വരാൻ വേണ്ടി വ്യാകുലതപ്പെടുകയാണ്. തിരിച്ചെങ്ങനെയെങ്കിലും ഈ സ്കൂളിലേക്ക് തിരിച്ചു വരാം, കാരണം അവിടെ ഒക്കുന്നില്ല, അവർക്ക് ദുരിതവും. ഇത് ഭഗവാന്റെ പരിചരണയിലാണ്. ഇവിടുത്തെ ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ കയ്യിലാണ്. ഇവിടുത്തെ കുട്ടികളും ടീച്ചർമാരും പിന്നെ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു ടീച്ചർ, ഞാൻ ടീച്ചറുടെ പേരൊന്നും പറയുന്നില്ല, ഒരു ടീച്ചർ ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സ്കൂളിന് രാജി സമർപ്പിച്ചു. അപ്പോൾ അപ്പോൾ നമ്മളതിനെ, ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ അതിനെ വളരെ സീരിയസ് ആയിട്ടൊന്നും കണ്ടില്ല. ടീച്ചർ പോയാൽ ഇവിടെ ടീച്ചർമാർ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതുമാത്രമല്ല, ഭഗവാനെ അവിടുത്തെ സ്കൂളിനെ സേവിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, പൈസയേക്കാൾ ഉപരി. അങ്ങനെ നിൽക്കുന്ന ആളുകളിലും ഒരാൾ പോയെങ്കിൽ അവരെ സർവീസ് തീർന്നു കാണും എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ടീച്ചർക്ക് രാജി സമർപ്പിച്ചിട്ട് വീട്ടിൽ പോയതിന് ശേഷം ഉറക്കമില്ല, വെപ്രാളവും അസ്വസ്ഥതയായിട്ട് തിരിച്ചെന്നെ വന്ന് സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ രാജി എന്നെ തിരിച്ചെടുക്കണം, എൻ്റെ രാജി സ്വീകരിക്കരുത്. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ നോക്കിക്കൊള്ളുക, അവിടുത്തെ ഓരോ കുട്ടികളിലും, ആ ഓരോ ടീച്ചർമാരിലും, അവിടെ ഓരോ സ്റ്റാഫുകളിലും ഭഗവാന്റെ ചൈതന്യം എന്തുമാത്രം ഉറപ്പായിട്ട് സാർ അതറിയാൻ പറ്റും. ഒരു കുട്ടി ഇങ്ങനെ ട്രെയിനിൽ യാത്ര, കുട്ടിക്ക് വാശി, എനിക്ക് ട്രെയിനിൽ യാത്ര ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെങ്ങനെ നീ ഒറ്റയ്ക്ക് പോകും, ചെറിയ കുട്ടിയല്ലേ, ട്രെയിനാണ്, ഒരു ദിവസം മുഴുവൻ യാത്രയാണ്, അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നത്. ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ പോകണം, എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അച്ഛൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കും. ഇവൻ്റെ വാശിയല്ലേ, പോയിട്ട് വരട്ടെ വിചാരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ ചെറിയൊരു നോട്ട് കൂടെ എഴുതി കൊടുക്കും, ചെറിയ ഇത് തുറന്ന് നോക്കരുത്, എന്തെങ്കിലും ശക്തമായ ബുദ്ധിമുട്ട് വരണമെങ്കിൽ മാത്രം തുറന്ന് നോക്കാൻ പറഞ്ഞ് പോക്കറ്റിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവൻ ട്രെയിനിൽ കയറിയിരുന്നു, വളരെ രസമുണ്ട്, ഇങ്ങനെ സൈഡിലൂടെയൊക്കെ കാണാനും ആദ്യത്തെ ട്രെയിൻ യാത്രയും ഒക്കെ ആയപ്പോൾ ശല്യമില്ല, ഭയങ്കര സുഖമായിട്ട് അങ്ങനെ ഇരുന്നു. ഈവനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരുട്ടൊക്കെ കുറച്ചായി തുടങ്ങി. കുറച്ച് രാത്രി ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഇവന് ചെറുതായിട്ട് പേടി തുടങ്ങി. രാത്രി ആയല്ലോ, പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. സ്റ്റേറ്റൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭാഷയൊക്കെ വ്യത്യാസമായപ്പോൾ ഇവന് പേടി തോന്നി തുടങ്ങി. നല്ലോണം പേടി തോന്നി തുടങ്ങിയപ്പോൾ അച്ഛൻ എന്തോ തന്നല്ലോ, പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് അതെടുത്ത് നോക്കി. അപ്പോൾ അതിൽ എഴുതിക്കുന്നത് എങ്ങനെയാണ്, പേടി തോന്നുന്നുണ്ടോ, പേടിക്കണ്ട, തൊട്ടടുത്ത ബോഗിയിൽ അച്ഛനുണ്ട്, തൊട്ടടുത്ത ബോഗിയിൽ അച്ഛനുണ്ട്. ആ ഫീലാണ് നമുക്ക് സ്കൂളിൽ ഇരിക്കുമ്പോഴും. നമ്മളെ നോക്കാൻ തൊട്ടടുത്ത് ആരോ ഉണ്ട്. അത് ടീച്ചറിനായാലും കുട്ടിക്കായാലും നമ്മളെ അദ്ദേഹം കാണുന്നുണ്ട്. അത് എല്ലാ രീതിയിലും നമ്മുടെ വർക്ക് സിൻസിയർ ആണെങ്കിൽ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ഫിയറും വേണ്ട അവിടെ ജോലി ചെയ്യാൻ. അതാണ് നമുക്ക് വേണ്ടത് സാർ. നമ്മളൊരു വർക്ക് പ്ലേസിൽ നമുക്ക് ഫിയർ ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റണം, ആരെയും ഭയപ്പെടാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് നമുക്ക് അവിടെ ഉണ്ട്. അവിടെ വന്നാൽ നമുക്ക് നമ്മുടെ വർക്ക് സിൻസിയർ ആണെങ്കിൽ ഒന്നിനെയും പേടിക്കണ്ട, സ്വസ്ഥമായിട്ട് നമുക്ക് ജോലി, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ വർക്ക് പ്ലേസിൽ പ്രശ്നമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് വരും. അപ്പോൾ അത് നമുക്കതില്ല. നമ്മൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വീട്ടിലും ഹാപ്പി ആയിരിക്കും നമ്മൾ. അപ്പോൾ നോക്കൂ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിന്റെ ഫാമിലി കൂടെ അവിടെ എന്താണ് ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു അവരെയും കൂടി സ്വാമി ശ്രദ്ധിക്കുകയാണ്, അവരിലൂടെ ആ കുടുംബവും കൂടി കാണുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുപോലെ ഒരു ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കണം. ടീച്ചർ സത്സംഗമൊക്കെ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആശ്രമത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറക്ടർ സാറാണ് സാധാരണ അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു അസൗകര്യം വന്നപ്പോൾ അങ്ങോട്ട് പോകണം. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഈ ഇന്ത്യൻ നമ്മുടെ ഒരു കൾച്ചർ സംസാരിക്കാനും കുട്ടികളോട് കൺവേഴ്സ് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇങ്ങനെ ആശ്രമത്തിൽ വന്നു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ആശ്രമത്തിൽ. പിന്നെ അങ്ങനെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ടും പിന്നെ ഈ സത്സംഗം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് സത്സംഗം തന്നെയാണ്. അതെ, അത് സത്സംഗം തന്നെയാണ്.
അപ്പോൾ അത് ആശ്രമത്തിൽ വെച്ച് അത് ഭഗവാന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. അവിടെ കയറി സത്സംഗം എടുക്കണമെങ്കിൽ ഭഗവാന്റെ പെർമിഷൻ വേണം, ഭഗവാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ റിവാർഡാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡാണ്. അവിടെ കയറിപ്പോയി അവിടെ നിന്ന് കുറച്ച് സമയം സംസാരിക്കാൻ ഭഗവാന്റെ പെർമിഷൻ വേണം. അതെനിക്ക് കിട്ടിയെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സാർ, നമുക്ക് ഓർമ്മിക്കാം നമ്മുടെ എന്ത് പ്രശ്നത്തിലും ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരണം. എന്ത് ബുദ്ധിമുട്ടിലും സന്തോഷത്തിലും നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു പിക്ചർ, ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരണം. അതെനിക്കിപ്പോൾ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഒക്കെ ടീച്ചറെ ഇത്രയും സമയം വളരെ എല്ലാവർക്കും മറ്റ് ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ, അത് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പാടാണ്. കാരണം അച്ചടക്കം ഏറ്റവും കുറഞ്ഞവരാണ് കുട്ടികളെന്നാണ്. അപ്പോൾ എപ്പോഴും അശ്രദ്ധ കൂടുതലുള്ളവരാണ് കുട്ടികളെന്നാണ്. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അച്ചടക്കമില്ലാത്ത നമ്മളെപ്പോലെ പ്രേക്ഷകരായിട്ടുള്ളവർക്ക് ഇത്രയും സമയം നല്ലൊരു ക്ലാസ് എന്ന് തന്നെ പറയാം, നമുക്ക് നല്ലൊരു സത്സംഗം എന്ന് തന്നെ പറയാം. ഇത്രയും സമയം പങ്കെടുക്കുകയും രാവിലെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഭഗവാന്റെ ഭക്തരിൽ എത്രയോ പേര് ഒരു ജോലിയില്ലാതെ നിന്നാൽ പോലും അവരെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിയുന്ന സമയത്ത് ടീച്ചർക്ക് വരാൻ വളരെ അസൗകര്യമുണ്ട്. കാരണം കുഞ്ഞിന് 2 മാസവും 2.5 മാസമേ ആയുള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 2.5 മാസമുള്ള കുഞ്ഞിനെ വീട്ടിലേൽപ്പിച്ചിട്ട് ഞാൻ ഭഗവാന്റെ കാര്യം പറയാൻ വരാം എന്ന് പറഞ്ഞ് രാവിലെ വന്ന് ഭക്തർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച ടീച്ചർക്ക് ഒരു നന്ദി പറഞ്ഞ പോലെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.